ഒരു സിനിമയുടെ ഫസ്റ്റ് സ്റ്റേജിൽ വരുന്ന പ്രോസസ്സുകളായ കൺസോൾട്ടേഷനും VFX റെൻഡറിങ്ങിനും ചെയ്യാനുള്ള പ്രൊജക്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു, ഏത് രീതിയിലാണ് ഈ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെ സെറ്റിംഗ്സ്, ഫോൾഡർ സ്ട്രക്ചർ ഈ പ്രൊജക്റ്റിൽ ഉപയോഗിക്കുന്നത്. ഈ വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫൂട്ടേജസ് എല്ലാം ആരി ഒഫീഷ്യൽ സാമ്പിൾ ഫൂട്ടേജസ് ആണ്. ഈ ഫൂട്ടേജസ് എല്ലാം കളർ മാനേജ് ചെയ്യാത്ത ഫൂട്ടേജസ് ആണ്, അതുകൊണ്ട് റോ ആയിട്ടായിരിക്കും വ്യൂവറിൽ കാണുന്നത്. ആദ്യം ഒരു നോർമൽ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യുക. ആ പ്രൊജക്റ്റിന്റെ മീഡിയ പൂൾ ബിന്നുകൾ ക്രിയേറ്റ് ചെയ്യുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10 ഹാർഡ് ഡിസ്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഹാർഡ് ഡിസ്കുകളെല്ലാം കണക്ട് ചെയ്ത് ആ ഹാർഡ് ഡിസ്കിന്റെ നെയിം ഏതാണോ ആ നെയിം തന്നെ മീഡിയ പൂളിലുള്ള ബിന്നുകൾക്ക് നെയിം കൊടുക്കുക. സാധാരണ സിനിമയുടെ ഹാർഡ് ഡിസ്കുകൾ എല്ലാം മാസ്റ്റർ 1, മാസ്റ്റർ 2, മാസ്റ്റർ 3 എന്നീ രീതിയിൽ വരാറുള്ളത്. മാസ്റ്റർ 1 നെയിമിംഗ് ഉള്ള ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്തു അതിലുള്ളിലുള്ള ഫൂട്ടേജസ് മീഡിയ പൂളിൽ മാസ്റ്റർ 1 എന്ന പേരിൽ ബിൻ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് വെക്കുക. സെയിം രീതിയിൽ തന്നെ എത്ര ഹാർഡ് ഡിസ്ക് ഉണ്ടോ അത്രയും ഹാർഡ് ഡിസ്കിന് കണക്ട് ചെയ്ത് ബിൻ ക്രിയേറ്റ് ചെയ്ത് ഫൂട്ടേജസ് ഇമ്പോർട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം റെഫറൻസും ടൈം ലൈനും എന്ന പേരിൽ ഓരോ ബിന്നുകൾ കൂടി ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഇവിടെ ഞാൻ ഒറ്റ ഹാർഡ് ഡിസ്കിൽ നിന്നാണ് ഫൂട്ടേജസ് എടുക്കുന്നത്, അതുകൊണ്ട് ഇവിടെ മാസ്റ്റർ 1 മാത്രം മതിയാവും. പക്ഷെ സാമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആയതുകൊണ്ട് മൾട്ടിപ്പിൾ മാസ്റ്റർ ബിന്നുകൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ ബിന്നിൽ ഞാൻ ഓരോ ഫൂട്ടേജസ് ആയി ഇമ്പോർട്ട് ചെയ്യുന്നു. പിന്നെ ഒരു ഫൂട്ടേജ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നില്ല. വേറൊരു ഫൂട്ടേജ് ഞാൻ ഇമ്പോർട്ട് ചെയ്തതിനു ശേഷം ലൊക്കേഷനിൽ നിന്നും ഫൂട്ടേജിനെ വേറൊരു ഫോൾഡറിലേക്ക് മാറ്റുന്നു. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം പറയുന്നതാണ്. അടുത്തതായി റെഫറൻസ് വീഡിയോ ആഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ XML ഫയൽ വെച്ച് ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ ടൈം ലൈൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ റെഫറൻസ് വീഡിയോ ലിങ്ക് ചെയ്തിട്ടുമുണ്ട്. ടൈം ലൈനിൽ നോക്കിയാൽ കാണാം ഒരു ഡാർക്ക് റെഡും അതുപോലെ ഒരു ബ്രൈറ്റ് റെഡും കളറിൽ ക്ലിപ്പുകൾ കാണാം. ഇങ്ങനെ റെഡായി കാണിക്കുന്ന ക്ലിപ്പുകൾ മീഡിയ ഓഫ്ലൈൻ ആയ ക്ലിപ്പുകൾ ആണ്, അല്ലെങ്കിൽ ആ ക്ലിപ്പുകൾ ഇമ്പോർട്ട് ചെയ്തിട്ടില്ല. ഇവിടെ ഫസ്റ്റ് ക്ലിപ്പ് റെഫറൻസിൽ നോക്കിയാൽ കാണാം ടൈം ലൈനിൽ റെഡ് ആയിട്ടാണ് കാണിക്കുന്നത്, പക്ഷെ വ്യൂവറിൽ കറക്റ്റായി കാണിക്കുന്നുണ്ട്. സാധാരണ ഗ്ലിച്ച് വരുമ്പോഴാണ് ഇങ്ങനെ കാണിക്കുന്നത്. അടുത്തത് മീഡിയ ഓഫ്ലൈൻ ആയ ക്ലിപ്പാണ്. ആ ക്ലിപ്പ് നേരത്തെ ബിന്നിൽ ആഡ് ചെയ്യാത്ത ഫയലാണ്. ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയാണ് ഇത് ഞാൻ ചെയ്തത്. XML വെച്ച് ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വീഡിയോ ഫയൽ ഇല്ലെങ്കിലും XML കറക്റ്റായി ഫയൽ നെയിം, പൊസിഷൻ, ട്രാൻസ്ഫോം എന്നിവ വരാറുണ്ട്. ഇവിടെ ആ ഫയൽ മീഡിയ സ്റ്റോറേജിൽ ക്ലിപ്പ് ലൊക്കേഷനിൽ പോയി മാസ്റ്റർ ബിന്നിലേക്ക് ആഡ് ചെയ്താൽ ടൈം ലൈനിലുള്ള മീഡിയ ഓഫ്ലൈൻ ക്ലിപ്പ് കറക്റ്റ് ആവുന്നതാണ്, ഓൺലൈൻ ആവുന്നതാണ്. ഇനി ഫസ്റ്റ് മീഡിയ ഓഫ്ലൈൻ ക്ലിപ്പിന്റെ ഗ്ലിച്ച് മാറ്റാൻ പ്രൊജക്ട് ഒന്ന് ക്ലോസ് ചെയ്ത് വീണ്ടും ഓപ്പൺ ചെയ്യുമ്പോൾ അത് കറക്റ്റായി ഓഫ്ലൈൻ തന്നെ കാണിക്കുന്നതാണ്. ഇപ്പോൾ വ്യൂവറിൽ കറക്റ്റ് മീഡിയ ഓഫ്ലൈൻ തന്നെയാണ് കാണിക്കുന്നത്. ഈ ഫയൽ ഏത് ബിന്നിൽ ആണെന്നും ആ ബിൻ ഏത് ഹാർഡ് ഡിസ്കിലെയാണെന്നും അറിയാൻ വേണ്ടി നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫൈൻഡ് ഇൻ മീഡിയ പൂൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മീഡിയ പൂളിലെ മാസ്റ്റർ 1 എന്ന ബിന്നിലാണ് എന്ന് ഇവിടെ ഷോ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ ഫൈൻഡ് ഇൻ മീഡിയ പൂൾ ചെയ്യുമ്പോൾ ഷോ ചെയ്യാറില്ല. അപ്പോൾ ക്ലിപ്പ് നെയിം വെച്ച് മീഡിയ പൂളിൽ സെർച്ച് ചെയ്ത് വേണം കണ്ടുപിടിക്കാൻ. അങ്ങനെ ആ ക്ലിപ്പ് ഏത് ഹാർഡ് ഡിസ്കിലെയാണെന്ന് കണ്ടുപിടിച്ചാൽ ആ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യുമ്പോൾ ടൈം ലൈനിലുള്ള ക്ലിപ്പ് ഓൺലൈൻ ആവുന്നതാണ്. ഇവിടെ ഞാൻ ഈ ക്ലിപ്പ് പഴയ സ്ഥാനത്തേക്ക് മാറ്റിയപ്പോൾ ആ ക്ലിപ്പ് ഓൺലൈൻ ആയി വന്നിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ ബിന്നുകളുള്ള പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യുന്നത്? ഉദാഹരണത്തിന് വർക്ക് ചെയ്യുന്ന സിനിമയ്ക്ക് 40 ഹാർഡ് ഡിസ്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ആ 40 ഹാർഡ് ഡിസ്കുകളും ഓരോന്നോരോന്നായി കണക്ട് ചെയ്ത് ഇതുപോലെ മാസ്റ്റർ ബിന്നുകൾ ഉണ്ടാക്കി അതിലേക്ക് ഇമ്പോർട്ട് ചെയ്തു വെച്ചാൽ കൺസോൾട്ടേഷനും VFX റെൻഡറിങ്ങിനും എളുപ്പത്തിൽ റോ ഫൂട്ടേജ് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ 40 ഹാർഡ് ഡിസ്കുകളും അതാത് ബിന്നിൽ ഓരോ മെറ്റഡാറ്റ പോലെ പ്രൊജക്ട് വർക്ക് ചെയ്യുന്നു. സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് പല സ്റ്റേജിലും പുതിയ VFX ചെയ്യാൻ വേണ്ടി VFX സ്റ്റുഡിയോയിലോട്ട് റെൻഡർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരാറുണ്ട്. അപ്പോൾ എഡിറ്റർ അയച്ചു തന്ന XML ഫയൽ പഞ്ച് ചെയ്താൽ ടൈം ലൈനിലുള്ള ക്ലിപ്സ് ഫൈൻഡ് ഇൻ മീഡിയ പൂൾ എന്ന ഓപ്ഷൻ വെച്ച് കണ്ടുപിടിച്ചതിനു ശേഷം ആ ഹാർഡ് ഡിസ്കുകൾ മാത്രം കണക്ട് ചെയ്ത് റെൻഡർ ചെയ്യാവുന്നതാണ്.
അല്ലാതെ 40 ഹാർഡ് ഡിസ്കുകളും ഒരുമിച്ച് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. വിൻഡോസ് സിസ്റ്റത്തിൽ 40 ഹാർഡ് ഡിസ്ക് ഒരുമിച്ച് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതല്ല. കാരണം ഒരു ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യുമ്പോൾ വോളിയം എ, ബി, സി ഈ രീതിയിലാണ് ഷോ ചെയ്യുന്നത്. സെഡ് ആയി കഴിഞ്ഞാൽ പിന്നീട് ഹാർഡ് ഡിസ്കുകൾ കണക്ട് ചെയ്താലും ഷോ ചെയ്യുന്നതല്ല. ഓൾറെഡി ഉള്ള ഹാർഡ് ഡിസ്കുകൾ ഏതെങ്കിലും ഇജക്ട് ചെയ്താൽ മാത്രമാണ് പിന്നീടുള്ള ഹാർഡ് ഡിസ്ക് ഷോ ചെയ്യുന്നത്. ഇങ്ങനെ കുറച്ച് ക്ലിപ്പുകൾ ഉള്ള സമയത്ത് അത് ഏത് ഹാർഡ് ഡിസ്കിലെ ആണെന്ന് ഈ രീതിയിലുള്ള പ്രൊജക്ട് ആണ് ക്രിയേറ്റ് ചെയ്തതെങ്കിൽ എളുപ്പമായി കണ്ടുപിടിക്കാവുന്നതാണ്. കാരണം ഇതിൽ ഓൾറെഡി ഇമ്പോർട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ബിന്നുകളിൽ ക്ലിപ്സുകൾ ഓൺലൈൻ അല്ലെങ്കിൽ പോലും അതിന്റെ ഇൻഫർമേഷൻ അതിലുണ്ടാവും. അതുകൊണ്ട് ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്തില്ലെങ്കിലും പഞ്ച് ചെയ്ത ടൈം ലൈനിലുള്ള ക്ലിപ്പുകൾ ഏത് ഹാർഡ് ഡിസ്കിലെയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നതാണ്. അല്ലാതെ 40 ഹാർഡ് ഡിസ്കും കണക്ട് ചെയ്ത് ഇതുപോലെ ടാസ്കുകൾ പെട്ടെന്ന് തീർക്കാൻ സാധിക്കുന്നതല്ല. കളർ ഗ്രേഡിംഗ് സ്റ്റുഡിയോയിൽ ടൈമിന് വളരെ പ്രാധാന്യമുള്ള സ്ഥലമാണ്. VFX പോലെയുള്ള ടാസ്കുകൾ പെട്ടെന്ന് റെൻഡർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരാറുണ്ട്. കാരണം സിനിമയിൽ ഏറ്റവും കൂടുതൽ സമയമെടുത്ത് ചെയ്യേണ്ട പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കാണ് VFX. ഈ ഫയൽസ് എല്ലാം എത്രയും പെട്ടെന്ന് തന്നെ റെൻഡർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഈ രീതിയിലുള്ള പ്രൊജക്റ്റ് ആണെങ്കിൽ ഇത്തരം ടാസ്കുകൾ വളരെ എളുപ്പത്തിൽ റെൻഡർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. XML റെഫറൻസ് വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നും അതുപോലെ ഈ ഫയൽ ഉപയോഗിച്ച് ടൈം ലൈൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ വീഡിയോയുടെ തുടർച്ചയായ പ്രോസസ് കൺഫേം എങ്ങനെ ചെയ്യാം എന്നുള്ള വീഡിയോ ആണ് അടുത്തത്. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൊടുക്കുക.